അപ്പോൾ ബാക്കിൽ കാണുന്ന സെർവറാണ് നമ്മുടെ സൈഫരിയൻ്റെ പുതിയൊരു സെർവറാണ് ഗൈസ്. ഇത് എറ്റർനോ സെർവറാണ്. സോ ഇത് 24 hours ഓണൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എന്നെയും എം സിനെയും പിന്നെ കുറച്ച് പേരെ റൈക്സർ, ഐക്കോണിക്, അതുപോലെ കുറച്ചധികം പേര് ഇതൊരു പ്രൈവറ്റ് സെർവറാണെന്നും പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളതിൽ കയറുകയും ചെയ്തു. ആൻഡ് കയറിയപ്പോൾ ടൈമിൽ തന്നെയാണ് മനസ്സിലാകുന്നത് നമ്മുടെ സൈഫരിയൻ സെർവർ ആരൊക്കെയോ ചേർന്ന് കയ്യെഴുത്തും നടത്തി ഗൈസ്. അതായത് വേറൊന്നുമല്ല, സൈഫോരിയൻ്റെ സെർവർ അവൻ്റെ ഫ്രണ്ട്സിനും കാണിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് കയറി ഈ സെർവറിനെ ഒന്ന് കൊളന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ എൻഡ് പോർട്ടലൊക്കെ ഒന്ന് ഓണാക്കിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് സെർവറിൽ കയറിയപ്പോൾ തന്നെ ഞാനും റൈക്സറും അങ്ങനെ ഒരുപാട് പേര് ഗ്രൈൻഡ് ചെയ്ത് അവസാനം ഞങ്ങൾ എൻഡിൽ കയറി ഡ്രാഗനെ ഫിനിഷ് ചെയ്യാൻ പോകണം നിങ്ങൾ കാണുന്നത്. ആൻഡ് ഇത് എഗ്ഗ് വാറുന്നും കൂടി വേണമെങ്കിൽ കൂട്ടിക്കോ. ആരാദ്യം എഗ്ഗ് എടുക്കുന്ന അങ്ങനെയൊന്നുമില്ല, പക്ഷേ ആർക്കും വേണ്ടി എഗ്ഗ് എടുക്കാം. പക്ഷേ ആരാദ്യം ഡ്രാഗനെ കൊല്ലും എന്നുള്ളതാണ് ഈ സംഭവം. ആൻഡ് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഫുൾ അയൺ ആർമറായില്ല, ഫുൾ അയൺ ആർമറായി. ഗ്രൈൻഡ് ചെയ്തിട്ട് എല്ലാവരും ഗൈസ് അയൺ ആർമറായത് നമ്മുടെ സൈഫൂരിൽ തന്നെ തന്നതാണ്. കാരണം ഗൈസ് സെർവർ ഇന്നാണ് ഗൈസ് കയറിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല ഈ ഗ്രൈൻഡ് ചെയ്യാൻ ടൈമും ഇല്ലായിരുന്നു. ആൻഡ് ഞാനാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച അയണും കൊണ്ട് ഫുൾ അയൺ ആർമറൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ പോരാട്ടം നടത്തി ഡ്രാഗനെ കൊല്ലുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമുക്കിതിലോരോ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോളോ യൂസി, ഞാൻ, റൈക്സർ, പിന്നെ ഞങ്ങൾ ഇവരൊക്കെയാണ് ഈ മെയിനായിട്ടും ഈ ഒരു സൈഫരി ഞങ്ങളൊക്കെയാണ് ഈ മെയിനായിട്ട് ടീമെന്ന് പറയുന്നത്. ആൻഡ് ഞങ്ങളിത് ബെഡ് റോക്ക് സെർവറാണ്. IPL പോയിട്ട് റിവീൽ ചെയ്യണ്ട എന്നാണ് സൈഫുരിൻ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം അവൻ്റെ നേരത്തെ സെർവറും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കും. പബ്ലിക്കാക്കി അപരിചിതന്മാർ കയറി സെർവർ നല്ല സൂപ്പറായിട്ട് തേച്ചൊട്ടിച്ച് ആരൊക്കെയോ അവൻ്റെ ബേസ് തകർത്ത്, എൻ്റെയും ബേസ് തകർത്ത്, എല്ലാത്തിനും കാരണം ഒറ്റ ഒരു സൈഡും കേസ്. അവൻ്റെ പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഈ വീഡിയോ MC ഗെയിമർ കാണുന്നുണ്ടെങ്കിൽ MC ഗെയിമറിന് അറിയായിരിക്കും. കഴിഞ്ഞ ദിവസം MC ഗെയിമറുടെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ അതാരാന്ന് ഞാൻ പറയുന്നില്ല. കാരണം കേസ് നിങ്ങൾക്കറിയാം, പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരന് വെറുതെ നമ്മൾ കളിയാക്കുന്ന രീതിയാവും. അതുകൊണ്ട് അത് പറയുന്നില്ല ആരാണ് സെർവർ മുടിപ്പിച്ചെന്നുള്ളത്. പിന്നെ നമ്മുടെ MC ഗെയിമറുടെ സെർവറിൻ്റെ ബേസ് തകർത്തതും ആരാന്ന് അറിയാലോ. അറിയത്തില്ല, എനിക്കറിയത്തില്ല. പിന്നെ ഒരു ശല്യം എന്താണെന്ന് വെച്ചാൽ ഈ എൻഡർമാനുണ്ട്. സത്യം പറയും, ഞാനാണ് ഈ സെർവർ ചെയ്തിട്ട് ഒന്ന് എൻ്റെ ഡ്രാഗൻ്റെ കയ്യിൽ നിന്ന് മരിക്കാമെന്ന് വിചാരിച്ചത് പോട്ടേന്ന് വിചാരിക്കാം, എൻ്റെ ആണെന്ന് വിചാരിക്കാം. ഇത് ഒടുക്കത്തെ എൻഡർമാൻ. കാരണം ഞാൻ 10ാമത്തെ വട്ടം ഇഷ്ടമാണ് ഉള്ള കാര്യം പറയാലോ. പിന്നെ എനിക്ക് റീപ്ലേ മോഡൊക്കെ ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ബട്ട് ഇത് ബെഡ് റോക്ക് സെർവർ ആയതുകൊണ്ട് റീപ്ലേ മോഡ് ഇടാൻ പറ്റില്ല. ക്ഷമിക്കുക. എത്ര പെട്ടെന്ന് ജാവ സെർവർ ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. ഞാൻ സൈഫുരിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ജാവ സെർവർ കൂടെ ആക്കാൻ. പിന്നെ നോക്കുമ്പോൾ ഡ്രാഗൺ താഴത്തോട്ട് ഇറങ്ങുന്നത് സൈഫുരിൻ അടിയോടടി. സൈഫുരിൻ പിന്നെ ഡയമണ്ടാണേ, അറിയാലോ. പിന്നെ ക്ലച്ച് ചെയ്യാൻ എനിക്ക് വാട്ടർ ബക്കറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ എൻഡർമാനെ കൊന്നിട്ട് ക്ലച്ച് ചെയ്യാനായിട്ട് എൻഡർപേൾ സെറ്റാക്കുമായിരുന്നു. കാരണം അറിയാലോ. പിന്നെ ഞാൻ വിചാരിച്ച് ഇവന്മാരെന്തായാലും എന്നെ തീർക്കാൻ വരും എൻഡർമാൻ. അപ്പോൾ ഒരു ഷീൽഡ് അല്ലെങ്കിൽ കവചം പോലത്തെ സ്ഥലം ഉണ്ടാക്കി വെച്ചേക്കാം. കാരണം എൻഡർമാനാണ് ഈ 2 ബ്ലോക്കിൻ്റെ ഹൈറ്റിൻ്റെ മുകളിലോട്ട് വരാൻ പറ്റത്തില്ല. സോ ഞാൻ കവചം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം നോക്കുമ്പോൾ സൈഫറിനെ അടിച്ചടിച്ച് ഡ്രാഗൻ്റെ ഹെൽത്ത് പകുതിയോളം കഴിഞ്ഞ്. എന്നാൽ പിന്നെ കവചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഡ്രാഗനെ തീർക്കാമെന്ന് വിചാരിച്ചു. ആരാദ്യം ഡ്രാഗനെ കൊല്ലുമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ച് സൈഫൂരിനാണ് ഡ്രാഗനെ കൊല്ലുക എന്ന്. ബട്ട് സ്റ്റിൽ അവിടെ അപ്പോൾ മറ്റൊരുത്തൻ കയറി വന്ന്. അതെ, നമ്മുടെ സോളോ യൂസി തന്നെ. പക്ഷെ പുള്ളിക്കാരൻ അവിടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചപ്പോൾ പുള്ളിയെങ്കിലും കൊല്ലുന്നു. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ തന്നെ നമ്മുടെ മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ പുള്ളിക്കാരൻ ആ റൈക്സർ ഞാൻ തന്നെ. ആ പുള്ളിക്കാരാണെങ്കിൽ ഗാസ്റ്റേനെയും കൊണ്ട് വന്നേക്കണ് എൻ്റർവെല്ലിൽ. എന്നെ സൂക്കേടാണോ കേസ്. അതും ഗാസ്റ്റ മറ്റേ സൈഫുരിൻ്റെ പെറ്റാണേ. അതിനെയും കൊണ്ട് എൻ്റർവേൾഡിൽ വന്നേക്കണ്. എന്ത് മാസ് കാണിക്കാനാണ് എന്തോ. ഇനി ഇതിനൊക്കെ ആരടാ തിരിച്ച് ഓവർവേൾഡിൽ കൊണ്ടുപോകണമെന്നുള്ളതൊക്കെ അറിയാം. അങ്ങനെ മനോഹരമായി പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു കയ്യിലൊരു പൂതി, ഇതിനൊന്ന് തട്ടിക്കളഞ്ഞത്. ഞാൻ അറിയാതെ ഇത് തട്ടിക്കളഞ്ഞ് അപ്പം തന്നെ എല്ലാവരും എന്നെ ചീത്തവിളി തുടങ്ങി. എനിക്ക് ഡിസ്കോഡിലെ വോയിസ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. തെറിയൊന്നും വിളിച്ചില്ല, ബട്ട് എന്തിനാ കൊന്നേന്ന് ചോദിച്ച്. കണ്ടോ ഗൈസ്, എൻ്റെ ക്ലച്ചൊക്കെ സീനായിരുന്നു, പക്ഷെ വർക്കായില്ല, അറിയാലോ. അപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലായി, റൈക്സർ എന്തായാലും തീർക്കുന്നത്. ആൻഡ് ഇതായിരുന്നു എൻ്റെ ഡ്രാഗൻ്റെ ലാസ്റ്റ് ശ്വാസം. ആൻഡ് ഫൈനലി ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും കൊല്ലുന്നത്. ബട്ട് സ്റ്റിൽ റൈക്സർ ആയിരുന്നു കൊന്നത്. റൈക്സർ നന്നായിട്ട് സ്പാം ചെയ്യണ്ടായിരുന്നു. സോ അങ്ങനെ ഈ ഒരു പോരാട്ടത്തിൻ്റെ അവസാനം ജയിച്ചത് റൈക്സർ ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് ഓവർവേൾഡിൽ പോയതും റൈക്സർ.
പിന്നെ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല, കാരണം റൈക്സാർ എൻ്റെ ടീമാണ്. അപ്പോൾ എൻ്റെ ടീമാണ് ജയിച്ചത്, അപ്പോൾ ഞാനും അതിൽ ജയിച്ചതിന് ഒരു പങ്കാളിയാകുന്നു. പിന്നെ ഈ ടീമെന്നൊന്നും ഇപ്പം ആയിട്ടില്ല കേട്ടാ, അതായത് ഇപ്പോൾ ടീമെന്നൊന്നും ആയിട്ടില്ല. അതായത് ഞങ്ങളെല്ലാവരും ഇപ്പം തന്നെ ടീമാണ്. ടീം ആകുന്നത് ബേസ് സെറ്റാക്കുമ്പോഴാണ്. അങ്ങനെ ഇരുന്നപ്പോൾ സൈഫുന് പിന്നെയും എൻ്റെ വേൾഡിലോട്ട് പോയി. സംഭവം വേറൊന്നുമല്ല ഗൈസ്, എഗ്ഗ് എടുക്കാൻ തന്നെയായിരുന്നു പോയത്. എഗ്ഗ് എടുക്കാൻ ഇവന്മാർ മറന്നുപോയി ഗൈസ്, മണ്ടന്മാർ. അപ്പോഴാണ് എന്നെ സൈഫൂരിൻ്റെ അടുത്ത് പറയണത്, എടാ കുറച്ച് എൻഡർമാനെ കൊല്ലാം. ഞാൻ എന്നിട്ട് നോക്കുമ്പോൾ ഇവൻ ആ എൻഡർമാൻ അടി കൊള്ളുന്നു, ഞാനും കുറേ കൊണ്ട്. പക്ഷേ വെള്ളം ഒഴിച്ചുകൊണ്ട് എൻഡർമാൻ അടുത്തോട്ടൊന്നും വന്നില്ല. പക്ഷേ ഇതിൽ തന്നെ സെറ്റപ്പ് പ്ലാൻ ആയിരുന്നെങ്കിൽ ഞാൻ സൈഫൂരിൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് കവചം ഉണ്ടാക്കുന്നത് 2 ബ്ലോക്സിൽ തന്നെ കുറച്ച് സംഭവം ഉണ്ടാക്കുക. അത് സൈഫൂരിൻ കേട്ടില്ല. അതുകൊണ്ട് തന്നെ സൈഫൂരിൻ ചത്തു, ഞാനും ചത്തു. പിന്നെ ഞാൻ കവചം ഉണ്ടാക്കാനായിട്ട് സോളോ ബോയിയുടെ അടുത്ത് പറഞ്ഞ്, അല്ല സോളോ യൂസിയുടെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ സോളോ യൂസ് ചെയ്യാൻ ഇവിടെ ചെറുതായിട്ട് കവചം ഉണ്ടാക്കുന്നുണ്ട്. കവചം ഉണ്ടാക്കുന്ന വരെ ഞാൻ ഈ എൻഡർമാനായിട്ട് പിടിച്ച് നിൽക്കാനും കൂടി അവൻ പറഞ്ഞ്. പക്ഷേ എന്ത് ചെയ്യാൻ ഗൈസ്, ബ്ലോക്കും കൂടി ഇട്ടപ്പോഴേക്കും എൻഡർമാൻ ചറ പറ വന്ന് ഈ എന്നെ തട്ടിക്കളഞ്ഞ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ കയറുമ്പോൾ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഇട്ട് വെച്ചേക്കാം ഗൈസ്. ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടി നന്മമരം കളിച്ചേക്കാം, കാരണം ആൾക്കാർ വരുമ്പോൾ എന്താ അതൊന്ന് സ്പീഡിൽ കയറാൻ സഹായിക്കുമല്ലോ ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സോളോ യൂസ് നേരത്തെ ഉണ്ടാക്കിയ കവചത്തിലിരുന്നിട്ട് കുറച്ച് എൻഡർമാനെയും കൂടെ കൊന്നുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. കാരണം സൈഫുരീൻ എന്നാന്ന് അറിയത്തില്ല, എൻഡർപേളിൻ്റെ വേണമെന്ന് പറഞ്ഞ് മിക്കവാറും എന്തെങ്കിലും ആവശ്യത്തിലേക്ക് സ്കെച്ച് ചെയ്യാനായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരുന്ന് അവന്മാരെയും തട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും വരാൻ പറഞ്ഞ് ഒരുമിച്ച് എന്തോ സംഭവം പറയാനുണ്ടെന്ന് സൈഫുരീൻ്റെ അടുത്ത്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കണമെന്ന് മാത്രമല്ല എന്തോ എന്തോ മറ്റേ എഗ്ഗിൻ്റെ എന്തോ ഡെക്കറേഷൻ്റെ പരിപാടിയും കാര്യമായിട്ട് റൈക്സറും പിന്നെ സൈഫുരീനും എന്നെ വിളിച്ച്. ഞാനും അവിടെ പോയി അത് അറ്റൻഡ് ചെയ്ത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, പുതിയ ഒരുത്തൻ വന്നു. അതായത് പുതിയ ഏതോ പുറത്തുള്ള രാജ്യത്തുള്ളവൻ, മലയാളം പോലും അറിയാത്ത ഒരുത്തൻ നമ്മുടെ സെർവറിൽ കയറിയിട്ടുണ്ടെന്ന്. എന്തോ ലക്ക് ഡസ്റ്ററോ ഇതേ പോകുന്നവൻ, ഓടിപ്പോകുന്ന ബ്ലാക്ക് സ്കിന്നുള്ളവൻ. അപ്പോഴാണ് മനസ്സിലായത് അവനെന്തോ ചെറിയ പ്രശ്നമുണ്ടെന്നാണ് സൈഫുരീൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അവനെന്തോ പുറത്തുള്ളവനല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ബിട്രയൽ എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ റൈക്സർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അവൻ പാവമാണ്, അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പാവം പോലെ തോന്നിയെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഔട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇവരുടെ എഗ്ഗ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണേയും കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ആ പുറത്തുള്ളവനായിട്ടൊന്ന് കമ്പനി ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ശ്രമിച്ച്. ബട്ട് സ്റ്റിൽ എന്നാലും എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഗൈസ്, കാരണം അവൻ ചിലപ്പോൾ ബിട്രയൽ ചെയ്താലോ പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ഞങ്ങൾ വോയിസ് വി സിയിലിരുന്നായിരുന്നു സംസാരിച്ചായിരുന്നു ഗൈസ് കളിച്ചുകൊണ്ടിരുന്നത്. ബട്ട് അവൻ വി സിയിലാണെങ്കിലും അവൻ മ്യൂട്ടാക്കി വെച്ചേക്കുമായിരുന്നു. കാരണം അവൻ മ്യൂട്ട് ഓഫ് ആക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാരണം അവന് മലയാളം അറിയത്തില്ല. മറ്റേ ഇവൻ പറഞ്ഞത് സോളോ യൂസ് ചെയ്യാൻ കണ്ടോ പറഞ്ഞത് അവൻ സ്പെയിനിലാണെന്നാണ്. പിന്നെ പറഞ്ഞു സ്പെയിനിലാണോന്ന് അറിയത്തില്ല, പുറത്തുള്ള ഏതോ സ്ഥലത്താണെന്നൊക്കെയാണ് പറയണത്. അത് കഴിഞ്ഞ് ഇവന്മാരിവിടെ ഗ്ലാസ്സൊക്കെ വെച്ച് എഗ്ഗ് നല്ല ഡെക്കറേഷൻ ചെയ്ത് സൈഫൂരിൻ്റെ ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെ സെറ്റാക്കുമായിരുന്നു ഗൈസ്. ഞാനങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. നമ്മുടെ റൈക്സർ പറഞ്ഞു, എടാ നമുക്കൊരു ബേസ് ഉണ്ടാക്കാമെന്ന്, അതിനായിട്ട് പാലം സെറ്റാക്കണം. ഞാൻ പ്ലാങ്ക് ആണെങ്കിൽ സൈഫൂരിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ സൈഫൂരിൻ പ്ലാൻ കിട്ടുന്നേ. അപ്പോൾ ഈ സോളോ യൂസ് ചെയ്യണേ അത് മത്താൻ നോക്കി. ഞാൻ നല്ല അടി കൊടുത്ത് ഗൈസ്, സോളോ യൂസ് ഇതേ ഓടുന്നു. അങ്ങനെ ഞാൻ ഒരു പാലം സെറ്റാക്കണമായിരുന്നു. അപ്പോൾ ഞാൻ റൈക്സറിൻ്റെ അടുത്ത് പറഞ്ഞു, റൈക്സറെ നീ എൻ്റെ കയ്യിൽ കുറച്ച് ഡയമണ്ട് ഉണ്ടായിരുന്നു, നമ്മുടെ ഇവൻ തന്നത്, സൈഫൂരിൻ തന്നത്. അപ്പം ഞാനാണെങ്കിൽ ഒരു പ്ലാൻ ഇട്ട്, അതായത് റൈക്സറിൻ്റെ അടുത്ത് പറഞ്ഞ് നീ എനിക്ക് കുറച്ച് 2 സ്റ്റാക്ക് വുഡ് ഓക്കിലോഗ് മൈൻ ചെയ്തുകൊണ്ട് വരുവാണെങ്കിൽ നിനക്ക് ഞാൻ ഒരു ഡയമണ്ട് 2 ഡയമണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് സമ്മതിച്ച് മൈൻ ചെയ്യാൻ പോയി. എൻ്റെ പ്ലാൻ വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ട ഓഷ്യൻ്റെ അപ്പുറത്തായിട്ടൊരു ബേസ് ഉണ്ടാക്കണതാണ്. അപ്പം നീന്തി പോകാൻ പറ്റില്ല, നമ്മുടെ പാലം സെറ്റാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വുഡും ആവശ്യമുണ്ട്. അപ്പോൾ വെറുതെ കുറച്ച് ഡേറ്റോ അല്ലെങ്കിൽ പ്ലാങ്കോ നീട്ടി വെച്ചാൽ പോരാ, നമുക്ക് ഫെൻസൊക്കെ സെറ്റാക്കണം. അതിനായിട്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് പോയി മൈൻ ചെയ്യാൻ പറഞ്ഞത്. റൈക്സർ പറഞ്ഞ് എനിക്ക് ഡയമണ്ട് ഒന്നും വേണ്ട, നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ ഒരുമിച്ച് ടീമായിട്ടല്ല കളിക്കുന്നത്, പിന്നെ നമ്മൾ എനിക്കെന്താ ഡയമണ്ട് എന്ന്. അതിട്ട് എൻ്റെ കണ്ണ് വരെ നിറഞ്ഞു പോയി ഗൈസ്, പാവം തോന്നി. അപ്പോൾ പിന്നെ പോട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സൈഫറും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ ഇടാം, അതും എഗ്ഗും തൊട്ടടുത്ത് വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന്. ഞാൻ അമ്മച്ചു ഓക്കെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ്. ഇത് ഒരുപാട് നേരം ലാഗ് അടിപ്പിക്കാണ്ടിരിക്കാനാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഒരുപാട് ലാഗ് അടിച്ച അവസാനം ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടി എടുത്തു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ, ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ പാലം ഉണ്ടാക്കുന്നതും ബേസ് ഉണ്ടാക്കുന്നതും വീഡിയോ അടുത്ത പാർട്ടിൽ ഉറപ്പായിട്ട് ചെയ്യും. അപ്പോൾ അത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടക്കാച്ചി സർവർ വീഡിയോ തന്നെ. ടാറ്റ ബൈ ബൈ.